നമ്മൾ പഠിക്കുന്നത് ഡിവിഷൻ എലമെൻ്റ് ആണ് അഥവാ div എലമെൻ്റ് ആണ്. സോ ഡിവിഷൻ എലമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വെബ് പേജിൽ പ്രത്യേക സെക്ഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ ഓരോ സെക്ഷനും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് മറ്റു എലമെൻസുകളായ ഹെഡിങ്, പാരഗ്രാഫ്, ഇമേജസ്, ലിസ്റ്റ് തുടങ്ങിയവയെല്ലാം ആ ഒരു സെക്ഷനുള്ളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ എത്ര സെക്ഷൻ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വെബ് പേജിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ HTML എലമെൻസുകളുടെ ഒരു കണ്ടെയ്നറായിട്ട് നമുക്ക് ഈ div എലമെൻറ്റിനെ ഉപയോഗിക്കാം. സോ നമുക്ക് കുറച്ച് div എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ div എന്ന ടാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ div അത് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അതുപോലെ മറ്റു 2 div എലമെൻറ്റും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ഓരോ ഡിവിഷനും ഓരോ സെക്ഷനായിട്ട് നമ്മളിപ്പോൾ 3 സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഓരോ ഡിവിഷനും ഓരോ സെക്ഷനായിട്ടാണ് ഇപ്പോൾ ഇതിൽ നമ്മുടെ വെബ് പേജിൽ ഉണ്ടായിരിക്കുക. ഓരോ സെക്ഷനിലും നമുക്ക് വേണ്ട HTML എലമെൻസുകൾ കൊടുക്കാൻ സാധിക്കും. സോ ഞാനിവിടെ ആദ്യത്തിന് h1 HTML എന്ന് കൊടുക്കുന്നു. HTML എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തതിൻ്റെ ഡിവിഷനുള്ളിൽ ഞാൻ h1 CSS എന്ന് കൊടുക്കുന്നു. മൂന്നാമത്തതിൻ്റെ ഞാൻ h1 JavaScript എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 HTML, CSS, JavaScript എന്ന് പറയുന്ന 3 സെക്ഷൻസ് ഇവിടെ കാണാൻ കഴിയും. സോ നമ്മൾ ആദ്യത്തേതിന് ഞാനിവിടെ സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ റെഡ് കൊടുക്കുന്നു. സോ റെഡ് കൊടുക്കുന്നു. അതുപോലെ രണ്ടാമത്തതിൻ്റെ സെക്ഷന് ഞാൻ സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രീൻ കൊടുക്കുന്നു. അതുപോലെ സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലൂ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്താൽ നിങ്ങൾക്ക് 3 സെക്ഷനുകൾ ഇവിടെ കാണാൻ കഴിയും. HTML, CSS, JavaScript എന്ന് പറയുന്ന 3 സെക്ഷനുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനെയാണ് നമ്മൾ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് നമ്മുടെ മുഴുവൻ ലൈൻസും അത് ഒക്യുപ്പൈ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഡിവിഷൻ എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. സോ ഇതിനുള്ളിൽ ഞാൻ HTMLൻ്റെ കുറച്ച് ഒരു പാരഗ്രാഫ് കൊടുക്കുന്നു. P എന്ന് ഒരു പാരഗ്രാഫ് ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ കുറച്ച് ടെക്സ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. HTMLൻ്റെ ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ CSSൽ ഞാൻ CSSൻ്റേതായിട്ടുള്ളൊരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നു. CSSൻ്റെ പാരഗ്രാഫ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഞാൻ ജാവാസ്ക്രിപ്റ്റിനും ഞാനിവിടെ ഒരു P എലമെൻറ്റ് കൊടുക്കുന്നു. ജാവാസ്ക്രിപ്റ്റിൻ്റെ ടെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ശേഷം പേസ്റ്റ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ 3 കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്തു. 3 ഡിവിഷൻ എലമെൻറ്റും ക്രിയേറ്റ് ചെയ്തു. HTML, CSS, JavaScript ഓരോന്നിനും നമ്മൾ h1ഉം അതുപോലെ ഒരു പാരഗ്രാഫും കൊടുത്തു. സോ നമുക്ക് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ 3 സെക്ഷൻസ് ഇവിടെ കാണാൻ കഴിയും. സോ HTMLൻ്റെ സെക്ഷൻ കാണാം, അതുപോലെ CSSൻ്റെ സെക്ഷൻ കാണാം, അതുപോലെ JavaScriptൻ്റെ സെക്ഷൻ കാണാം. സോ ഇത്തരം നമുക്ക് പ്രത്യേകം സെക്ഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു ഡിവിഷൻ എലമെൻറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഇതിപ്പോൾ ലൈൻ ബൈ ലൈൻ ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇനി ഇത് ഹൊറിസോണ്ടലി വരണമെങ്കിൽ, സൈഡ് ബൈ സൈഡ് വരണമെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഫ്ലോട്ട് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി. ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുക. 3നും ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുക. 3ന് നമ്മൾ ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം വിഡ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കൂടി ചേർന്നിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ 100% ആണ് സ്ക്രീൻ സൈസ് എങ്കിൽ നമ്മൾ 25, 50 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 33 എങ്ങനെയും കൊടുക്കാം. സോ ഞാനിവിടെ 33 കൊടുക്കുന്നു. വിഡ്ത്ത് 33%. സോ അതുപോലെ വിഡ്ത്ത് 33, താഴെ നമ്മൾ വിഡ്ത്ത് 33%. നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ നമ്മൾ കൊടുത്ത ഒരു രീതിയിൽ 33% ആയി കറക്റ്റായി 3 ഭാഗങ്ങളായിട്ട് നമുക്കിവിടെ ഇതിന് കിട്ടിയിട്ടുണ്ട്. HTML, CSS, JavaScript എന്ന് പറയുന്ന 3 സെക്ഷനായി നമ്മൾ കിട്ടി. ഇത്തരം സെക്ഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ div എലമെൻറ്റ് ഉപയോഗിക്കുന്നത്. div എലമെൻറ്റ് നമ്മൾ ഒരുപാട് തവണ നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തവണ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സംഭവമാണ് div എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓരോ div എലമെൻറ്റിനുള്ളിൽ നമുക്ക് വിവിധ തരം HTML എലമെൻറ്റുകൾ കൊടുക്കാൻ സാധിക്കും. സോ നമ്മളൊരു div എലമെൻറ്റിന് ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷന് മാത്രമായിരിക്കും അത് ബാധിക്കുക. സോ ഇത്തരത്തിൽ നമുക്ക് div എലമെൻറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.